നമസ്കാരം. യുദ്ധം അടിച്ചേൽപ്പിച്ചിട്ടും യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ല എന്നും നിർത്തില്ല എന്നും ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പുറത്തു നിന്ന് ഒരാളും വരേണ്ടതില്ല എന്ന് വ്യക്തമാക്കാനാണ്. അമേരിക്കയുടെ സൈനിക വിന്യാസം ഞങ്ങളെ ഒട്ടും ഭയപ്പെടുത്തുന്നില്ല. ഈ വാക്കുകൾ ഒരു സിനിമയിലെ മാസ് ഡയലോഗ് അല്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ലോക പോലീസ് ആരോടും എന്തും ചെയ്യാൻ മടിയില്ലാത്ത, മനസാക്ഷി എന്നൊരു സാധനം തൊട്ടുതീണ്ടിയില്ലാത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരസ്യമായി വെല്ലുവിളിച്ച വാക്കുകളാണ്. ഇത് പറയുമ്പോൾ തന്നെ കേൾക്കുന്ന ആർക്കും മനസ്സിലാകും, ഇത് മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്കുള്ള തുല്യ ശക്തികളുടെ നേർക്കുനേർ നിന്നുള്ള പോർവിളിയാണ്. യുദ്ധത്തിന് കേവലം ഒരു ശ്വാസമെടുക്കുന്ന നേരം മാത്രം മതി. അമേരിക്കൻ കപ്പൽപ്പട കൂട്ടത്തോടെ വന്നാലും ഒരു ഭയപ്പാടും ഇല്ല എന്നാണ് ഇറാൻ വെല്ലുവിളി ഉയർത്തിയത്. ഇറാൻ എന്തു ചെയ്യണം ചെയ്യണ്ട എന്ന് പഠിപ്പിക്കാൻ ലോകത്തെ ഒരു രാജ്യത്തിനും അവകാശമില്ല. അതിനായി യുദ്ധഭീഷണി പ്രയോഗിച്ചാലും വകവെക്കില്ല എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചയിൽ ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളെ US ഗൗരവമായി എടുത്തിട്ടുണ്ടോ എന്നതിൽ തനിക്ക് സംശയമുണ്ടെന്നും റഷ്യയും ചൈനയുമായും ചർച്ചയുടെ വിശദാംശങ്ങൾ ഇറാൻ സംസാരിക്കുമെന്നും അരാഗ്ചി വ്യക്തമാക്കി. ഇറാൻ അമേരിക്ക ബന്ധം വീണ്ടും യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ലോകരാഷ്ട്രീയത്തെ ലളിതവൽക്കരിച്ചു കാണുന്ന സമീപനങ്ങളാണ് ഏറ്റവും അപകടകരം. അമേരിക്കൻ കപ്പൽപ്പട കൂട്ടത്തോടെ വന്നാലും ഭയമില്ല എന്ന് ഇറാൻ തുറന്നു പറയുമ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തില്ല എന്ന വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രസ്താവനയും അതേ ആത്മവിശ്വാസത്തിന്റെ തുടർച്ചയാണ്. ഇത് വെറും വാക്കുകളുടെ പോരാട്ടമല്ല. തുല്യശക്തരായ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഒരു വെല്ലുവിളി തുടങ്ങിയതായി ലോകം തിരിച്ചറിയുന്ന നിമിഷമാണ്. അത്തരമൊരു വെല്ലുവിളി ഏതു നിമിഷവും യുദ്ധമായി മാറാമെന്ന ഭീഷണി ഒളിപ്പിച്ചാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളെ വിമർശിക്കാതെ വയ്യ. അന്താരാഷ്ട്ര ബന്ധങ്ങളെ ബിസിനസ് ഡീലുകളായി മാത്രം കാണുന്ന, ശക്തി കാണിച്ചാൽ, ഭീഷണി ഉയർത്തിയാൽ ഏത് രാജ്യവും കീഴടങ്ങുമെന്ന ധാരണ ട്രംപിന്റെ വിദേശ നയത്തിൽ ആവർത്തിച്ചു കാണാം. ഇറാനെ പോലൊരു രാജ്യത്തോട് അത് പ്രയോഗിക്കുന്നത് ചരിത്ര പാഠങ്ങൾ മറക്കുന്നതിന് തുല്യമാണ്. ഇറാൻ ഒരു ഒറ്റപ്പെട്ട ദുർബല രാഷ്ട്രമല്ല. ദീർഘകാല ഉപരോധങ്ങൾ അതിജീവിച്ച, ശക്തമായ പ്രാദേശിക സ്വാധീനം പുലർത്തുന്ന, സൈനികമായും നയതന്ത്രപരമായും തയ്യാറായ ഒരു രാജ്യമാണ്. അത്തരമൊരു രാജ്യത്തോട് യുദ്ധഭീഷണി ഉയർത്തുന്നത് സമാധാനത്തിനുള്ള വഴി തുറക്കുന്നതല്ല, മറിച്ച് എരിതീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ്. ട്രംപ് ഭരണകാലത്ത് ഇറാനുമായി ഉണ്ടായ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതു തന്നെ ഈ പ്രതിസന്ധിയുടെ അടിത്തറയിലുണ്ട്. കരാർ ലംഘിച്ചത് ഇറാൻ അല്ല, അമേരിക്കയാണെന്ന വസ്തുത അന്താരാഷ്ട്ര സമൂഹം പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും കരാർ ലംഘിച്ചതിന്റെ ഉത്തരവാദിത്തം മറച്ചുവെച്ച് ഇറാനെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ നാടകമാണ് ട്രംപ് തുടർന്നത്. ഇത് ആഭ്യന്തര രാഷ്ട്രീയ ലാഭത്തിനായി അന്താരാഷ്ട്ര സുരക്ഷയെ പണയപ്പെടുത്തുന്ന സമീപനമായി മാത്രം വായിക്കേണ്ടി വരും. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇറാനും അമേരിക്കയും മാത്രമല്ല അനുഭവിക്കുക. മധ്യപൂർവ്വ ദേശമാകെ അസ്ഥിരമാകും, എണ്ണവില കുതിച്ചുയരും, ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ അടിയാകും, അഭയാർത്ഥി പ്രവാഹങ്ങൾ വർദ്ധിക്കും, സാധാരണ ജനജീവിതം തകർന്നു പോകും. വേഗത്തിൽ ജയിക്കാവുന്ന യുദ്ധം എന്നൊരു ആശയം ഇന്നത്തെ ലോകത്തിൽ മിഥ്യ മാത്രമാണ്. അഫ്ഗാനിസ്ഥാനും ഇറാഖും തന്നെയാണ് അതിന്റെ പ്രധാന തെളിവുകൾ. ഇവിടെ ആവശ്യമായത് ശക്തി പ്രകടനവുമല്ല, വിവേകമാണ്. തുല്യശക്തനായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മുറവിളി യുദ്ധത്തിലേക്ക് നയിക്കേണ്ടതല്ല, അത് ചർച്ചയിലേക്കും നയതന്ത്രത്തിലേക്കുമാണ് മാറേണ്ടത്. പക്ഷേ ട്രംപിനെ പോലുള്ള നേതാക്കൾ വാക്കുകളുടെ തീവ്രത കൂട്ടി എതിർപക്ഷത്തെ പ്രകോപിപ്പിക്കുമ്പോൾ പിന്മാറാനുള്ള വഴി ഇരുവശത്തിനും അടയും. അപ്പോൾ യുദ്ധം ഒരു അപകടമല്ല, ഒരു അനിവാര്യതയായി തോന്നുന്നു രണ്ടു കൂട്ടരുടെയും ആത്മാഭിമാനത്തിൽ. യുദ്ധം കൊണ്ട് ജയിച്ചവരെ ചരിത്രം എന്നും എഴുതി വെക്കുമ്പോൾ അതിനുവേണ്ടി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന പാവപ്പെട്ട നിരപരാധികളായ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒരു ചരിത്രത്തിന്റെ താളുകളും ഓർത്തുവെക്കുന്നില്ല. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ആ മനുഷ്യരുടെ കൂടി സന്തോഷങ്ങൾക്ക് മേലാണ് യുദ്ധം കൊണ്ട് പല നേതാക്കന്മാരും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തത്. ഇനിയൊരു യുദ്ധം മാനവരാശിക്ക് താങ്ങാനാകുന്നതല്ല എന്ന് തിരിച്ചറിയാത്ത പക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും.